ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ചെമ്പനീർ പൂവിൻ്റെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ശ്രുതിയുമായിട്ട് സച്ചി എത്തുകയാണ്. എല്ലാവർക്കും ഒരുപാട് സന്തോഷമാകുന്നുണ്ട്. അച്ഛമ്മ പറയുന്നുണ്ട് എൻ്റെ മോൻ എത്തിയോ എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ ഓടിച്ചെന്ന് രവീന്ദ്രനെ ആദ്യം തന്നെ ശ്രുതി കെട്ടിപ്പിടിക്കുകയാണ്. അപ്പോഴേക്കും ശ്രുതി മുകളിൽ നിന്ന് ഓടി വരികയാണ്. ശ്രുതി എന്നും പറഞ്ഞ് പിന്നെ ശ്രുതിയും കെട്ടിപ്പിടിക്കുകയാണ്. അങ്ങനെ അതിനുശേഷം എന്താ സംഭവിച്ചത് എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് മോനെ, നീ എൻ്റെ അഭിമാനമാണ്, നീ ഇല്ലായിരുന്നെങ്കിൽ എൻ്റെ മോൻ എന്നൊക്കെ പറഞ്ഞ് രവീന്ദ്രൻ സച്ചിയെയും കെട്ടിപ്പിടിക്കുന്നുണ്ട്. അതിനുശേഷം നടന്ന കാര്യങ്ങളൊക്കെ അവരെല്ലാവരും സച്ചിയോടും ശ്രുതിയോടും ചോദിക്കുകയാണ്. നീ നടന്ന കാര്യങ്ങൾ പറയുന്നുണ്ടോ, ഇല്ലെങ്കിൽ ഞാൻ പറയണോ എന്ന് സച്ചി ചോദിക്കുമ്പോൾ ശ്രുതി ഒന്ന് പേടിക്കുകയാണ്. അപ്പോൾ ആ സമയം ശ്രുതി പറയുന്നുണ്ട്, അത് പിന്നെ ഇതൊരു 50 ലക്ഷം രൂപയുടെ കാര്യമാണ്, അച്ഛൻ്റെ പൈസ എന്നും പറഞ്ഞ് സച്ചി അങ്ങനെ നിർത്തണ സമയത്ത് മതി സച്ചി നിർത്ത്, ഞാൻ പറഞ്ഞോളാം. അത് പിന്നെ അന്ന് ശ്രുതിക്ക് ബിസിനസ് തുടങ്ങാൻ വേണ്ടി പൈസ ഇല്ലാതെ വന്നപ്പോൾ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിങ്ങനെ മുഴുവനാക്കുന്നില്ല അപ്പോഴും ശ്രുതി. അത് പിന്നെ പറയാം, എന്തായാലും ശ്രുതി ഇപ്പോൾ റെസ്റ്റ് എടുക്കട്ടെ എന്ന് പറയുമ്പോൾ ഒരു റെസ്റ്റും എടുക്കണ്ട, ഇത് പറഞ്ഞിട്ട് പോയാൽ മതി എന്ന് സച്ചി പറയുന്നുണ്ട്. അങ്ങനെ ശ്രുതിക്ക് എന്തായാലും കാര്യം മനസ്സിലാവുന്നുണ്ട്. സച്ചിക്ക് എന്തായാലും മുഴുവനായിട്ടും കാര്യങ്ങൾ അറിയില്ല എന്ന് മനസ്സിലാക്കി ശ്രുതി അവിടെ ഒരു കള്ളക്കഥ മെനയുകയാണ്. ശ്രുതി പറയുന്നുണ്ട്, അതായത് അച്ഛൻ്റെ പൈസ ഞാൻ കൊണ്ടുപോയില്ലേ, ആ സമയത്ത് എൻ്റെ കയ്യിൽ നിന്നൊരു പെണ്ണല്ലേ ആ പൈസ തട്ടിക്കൊണ്ടു പോയത്. അപ്പോൾ എനിക്ക് നിലനിൽപ്പിന് വേണ്ടിയിട്ട് ഞാനൊരു ഫ്രണ്ടാണ് ഈ പറയുന്ന പെണ്ണ്. അതിനോട് പൈസ 50 ലക്ഷം രൂപ കടം ചോദിച്ചു. അങ്ങനെ പലിശയ്ക്കാണ് ചോദിച്ചത്. മാസം അടച്ചു കൊടുത്താൽ മതിയല്ലോ. എൻ്റെ നിന്ന് ചെക്ക് ലീഫും അതുപോലെ തന്നെ ഒരു വെള്ള പേപ്പറിൽ എഴുതി മാസം പലിശ തരാമെന്നും 1 വർഷത്തിനുള്ളിൽ തിരികെ തരാമെന്നും മുഴുവൻ പൈസയും തിരികെ തരാമെന്നൊക്കെ പറഞ്ഞ് എഴുതി മേടിക്കുകയാണ് ഉണ്ടായത്. പക്ഷേ ഇതുവരെയും എനിക്ക് അവള് പൈസ തന്നില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ പൈസ തരാതിരിക്കുമോ എന്ന് ചോദിക്കണം. അതെ, പക്ഷേ ഇപ്പം അവൾക്ക് എൻ്റെ കയ്യിൽ നിന്ന് ഇപ്പം വീണ്ടും അവൾക്ക് 50 ലക്ഷം രൂപ വേണം, അതിനാണ് എന്നെ പിടിച്ചുകൊണ്ട് പോയത്. ഏതാ പെണ്ണിൻ്റെ പേരെന്താന്ന് ചോദിക്കുമ്പോൾ അനുപമ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ആ സമയത്ത് അങ്ങനെ ഒരു പെണ്ണ് ഇവനെ ചതിക്കുന്നുണ്ടെങ്കിൽ അതെന്തായാലും നമുക്ക് കേസ് കൊടുക്കണം, അങ്ങനെ ഒരുത്തി ആരെയും ചതിക്കാൻ പാടില്ലല്ലോ എന്നുള്ള കാര്യമൊക്കെ രവീന്ദ്രനൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ ശ്രുതിയും മുകളിലേക്ക് എങ്ങനെയൊക്കെ രക്ഷപ്പെട്ടു പോവുകയാണ്. ശ്രുതിയോട് അച്ഛമ്മ പറയുന്നുണ്ട്, ഇവനോട് നീ നന്ദി പറയണോടി എന്നിങ്ങനെ പറയുമ്പോൾ സന്തോഷമുണ്ട് കൊണ്ടുവന്നതിൽ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ നമ്മുടെ സച്ചി പറയുന്നുണ്ട്, അതിന് അവളെ ഭർത്താവിനെ അല്ല ഞാൻ രക്ഷപ്പെടുത്തി കൊണ്ടുവന്നത്, എൻ്റെ സഹോദരനെയാണ് എന്ന് പറഞ്ഞങ്ങനെ നിൽക്കുകയാണ്. എന്തായാലും ശ്രുതി മുകളിലെത്തിയിട്ട് ആൻ്റണിയെ വിളിച്ച് പറയുന്നുണ്ട്, മതി നിങ്ങളുടെ തെരച്ചിൽ, സച്ചി ശ്രുതിയെയും കൊണ്ട് ഇവിടേക്ക് വന്നു എന്ന് പറയുകയാണ്. അതിനുശേഷമാണെങ്കിൽ നമ്മുടെ രേവതിയും സച്ചിയും കൂടി സംസാരിക്കുകയാണ്. രേവതിയും സച്ചിയും പറയുന്നുണ്ട്, അല്ല നിങ്ങളുടെ ഏട്ടൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ എനിക്ക് പൂർണ്ണമായും വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്ന് രേവതി പറയുമ്പോൾ എനിക്കും അവരെന്തൊക്കെയോ തരികയുടെ കഥകളൊക്കെ പറയുകയാണ്. അപ്പോൾ അതെ, അത് ശരിയാണ് എന്നുള്ള കാര്യമൊക്കെ അവർ രണ്ടുപേരും സംസാരിച്ച് അങ്ങനെ ഇരിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും അങ്ങനെ ഒരു ഭാഗമൊക്കെയാണ്. അതുപോലെ തന്നെ നമ്മുടെ നീലിമ വരുന്ന സമയത്ത് അവിടെ ശ്രുതിയെ കാണുന്നില്ല. അപ്പോൾ അവർ ഗുണ്ടകൾ ഒരു കഥ അവിടെയും മെനയുന്നുണ്ട്. ഗുണ്ടകൾക്കറിയാം ഒരുത്തം വന്ന് നമ്മളെല്ലാവരെയും തല്ലി ചതച്ചിട്ട് പോയി എന്നറിഞ്ഞാൽ ഈ മേഡം വെറുതെ നമ്മളെ വെക്കില്ല, പിന്നെ നമുക്കതൊരു നാണക്കേടാണ്. അപ്പോൾ ആ ഗുണ്ടകൾ നമ്മുടെ നീലിമയോട് പറയുകയാണ്, ശ്രുതിയെ പിടിച്ചുകൊണ്ട് പോയി ആര് എന്ന് ചോദിക്കുന്നുണ്ട്. അതൊരു 5-6 പേരുണ്ടായിരുന്നു, അവരെ കയ്യിൽ വലിയ ഗണ്ണൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല, ഞങ്ങളെയൊക്കെ തല്ലി ചതച്ച് ശ്രുതിയെ കൊണ്ടുപോവുകയാണ് ചെയ്തത് എന്ന് പറയുന്നുണ്ട്. എൻ്റെ പേര് നിങ്ങൾ പറഞ്ഞോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല മേഡം എന്ന് മാത്രമാണ് പറഞ്ഞത്, പേര് പറഞ്ഞില്ല എന്ന് അവരിങ്ങനെ പറയുന്നുണ്ട്. അത് ശ്രുതി പറഞ്ഞയച്ച ആളായിരിക്കും, അവൻ്റെ ഭാര്യ. എന്തായാലും അവനെ ഞാൻ വെറുതെ വിടാനൊന്നും പോകുന്നില്ല, അവനെ ഞാൻ എന്തായാലും പിടിക്കും, എൻ്റെ പൈസ ഞാൻ തിരിച്ചു വാങ്ങിക്കും, അത് ഏത് വഴിയിലൂടെയാണെങ്കിലും എന്നൊക്കെ ഇങ്ങനെ നീലിമ പറഞ്ഞു നിൽക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു ഭാഗമാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചിട്ടുള്ളത്. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.